തീപാറുന്ന പോരാട്ടം നടക്കുന്ന കഴക്കൂട്ടത്ത് ഇത്തവണ ത്രികോണ മത്സരത്തിന്റെ സ്വഭാവമാണ്. മണ്ഡലം നിലനിർത്താൻ സിപിഎമ്മും അക്കൗണ്ട് തുറക്കാൻ ബിജെപിയും ആഞ്ഞു പിടിക്കുമ്പോൾ കോൺഗ്രസ് പഴയ പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള പോരിലാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള ഏറ്റവും ചർച്ച ചെയ്യുന്ന കഴക്കൂട്ടത്ത് മൂന്ന് മുന്നണികൾക്കും ശക്തി കേന്ദ്രങ്ങളും വ്യക്തമായ വോട്ടുമുള്ളതിനാൽ ജയപരാജയം പ്രവചിക്കുക തന്നെ അസാധ്യമാണ്. തിരുവനന്തപുരത്ത് ഇപ്രാവശ്യം കഴക്കൂട്ടത്ത് പൊരിഞ്ഞ പോരാട്ടമാണല്ലോ. AK ആന്റണി, MV രാഘവനെയും തലക്കുന്നിൽ ബഷീറിനെയൊക്കെ വിജയിപ്പിച്ച കോൺഗ്രസ് കോട്ടയ്ക്ക് ഇപ്പോൾ ചുവപ്പ് നിറമാണ്. പിന്നെ അറിയാവാൻ തുടങ്ങിയിട്ട് 10 കൊല്ലം കഴിയാറായി. അതുകൊണ്ട് ഇപ്രാവശ്യം കടകംപള്ളി സുരേന്ദ്രന് കഴക്കൂട്ടത്ത് തീ പാറുന്ന പോരാട്ടം നേരിടേണ്ടി വരും. ഞാൻ കഴക്കൂട്ടം വഴി പോയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. 2016 പോലെ ടൈറ്റ് ഫൈറ്റ് ആണ്. അതുകൊണ്ട് അത്ര സിമ്പിൾ അല്ല. ഈ 2016 കോൺഗ്രസ് വോട്ടിലേക്ക് കടന്നു കയറിയത് വി മുരളീധരൻ അവിടെ മത്സരിച്ചപ്പോഴാണ്. ഇത്തവണയും വി മുരളീധരനാണ് അവിടെ മത്സരിക്കുന്നത്. അന്ന് വി മുരളീധരൻ പരാജയപ്പെട്ടത് ഏകദേശം 7300 വോട്ടിനാണ്. അവിടെ മൂന്നാം സ്ഥാനത്തായത് അന്ന് 3 തവണ കഴക്കൂട്ടത്തെ പ്രതിനിധീകരിച്ച് വിജയിച്ച MA വാഹിദാണ്. അപ്പോൾ ആ മാറ്റത്തിന്റെ ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ കാറ്റ് അന്ന് അവിടെ പ്രകടമായിരുന്നു. പക്ഷേ 2021 ബിജെപിയുടെ ക്രൗഡ് പുള്ളറായ ശോഭാ സുരേന്ദ്രനെ അവിടെ കൊണ്ട് മത്സരിപ്പിച്ചായിരുന്നു. പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ഏതാണ്ട് 10-23,500 ചില്ലുവാന വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കടകംപള്ളി ശോഭാ സുരേന്ദ്രനെ തോൽപ്പിച്ചത്. അതോടുകൂടി കടകംപള്ളി അവിടെ സെറ്റാണ്, അവിടെ ഒരു കരുത്തനായി മാറി. പക്ഷെ അതൊക്കെ ശരിയാണ്. അവിടെ അന്ന് ശോഭാ സുരേന്ദ്രൻ അവിടെ ആ കഴക്കൂട്ട സീറ്റ് പിടിച്ചു വാങ്ങുകയാണ് ചെയ്തത്. BJPക്കകത്ത് ഒരു ചക്കളത്തിപ്പോരിന്റെ കൂടി ഭാഗമായിരുന്നു അന്ന് കടകംപള്ളിക്ക് ആ വലിയ വിജയം ഉണ്ടായത്. പക്ഷേ അതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ 2021 UDFും കോൺഗ്രസും ഒന്നും കഴക്കൂട്ടത്ത് ഒരു ബിഗ് ഫൈറ്റിന് നിന്നില്ല. ഈ എല്ലാ സമയവും രാഷ്ട്രീയക്കാരനല്ലാത്ത സജീവമല്ലായിരുന്നു. SS കൊണ്ടാണ് മത്സരിപ്പിച്ചൊരു കാര്യമുണ്ട്. പക്ഷേ ഇത്തവണ കോൺഗ്രസിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ് അവിടെ മത്സരിക്കുന്നത്. ശരത്ചന്ദ്ര പ്രസാദ്, മുൻ MLA ആയിരുന്നു. അപ്പം ശരത്ത് കട്ടയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ കഴക്കൂട്ടം എങ്ങോട്ട് വേണേലും ചായും. ആഞ്ഞു പിടിക്കണമെന്ന് മാത്രം. പക്ഷെ അത് എളുപ്പമല്ല സാറേ. കാരണം 2021 മുതൽ വി മുരളീധരൻ അവിടെ പ്രവർത്തിക്കുകയാണ്, ആഞ്ഞു പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഫലമാണ് അവിടെ BJPക്ക് വോട്ട് വർദ്ധിച്ചതെന്നുള്ളത്. ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിന് കഴക്കൂട്ടം മണ്ഡലത്തിൽ 10,800-ലധികം വോട്ടിന്റെ ഒരു ലീഡ് കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്രാവശ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം മണ്ഡലത്തിലുള്ള 28 വാർഡുകളിൽ 14 BJP ജയിച്ചു. അവിടെ മാത്രമല്ല, അത് നേരത്തെ അത് 5 മാത്രമായിരുന്നു. 5 ആ കണക്ക് നോക്കിയിട്ട് കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 10 സീറ്റ് അവിടെ LDFിനുള്ളൂ. പക്ഷെ ആ 10 സീറ്റിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോഴും 2000 വോട്ടിലധികം ലീഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആകെ വോട്ട് വെച്ച് നോക്കുമ്പോൾ ആ കണക്കിൽ കാര്യമില്ല. അത് ശരിയാ, ടൈറ്റ് ഫൈറ്റ് ഒക്കെ തന്നെ. പക്ഷേ കടകംപള്ളിയെ കഴക്കൂട്ടത്ത് പിടിച്ചു കെട്ടുക അത്ര എളുപ്പമൊന്നുമല്ല. ആണം പറയുന്നത് കേട്ടോ, നോക്കിയേ. ചില പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP നല്ല ഭൂരിപക്ഷം നേടിയിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടിയിട്ടുണ്ട്. പക്ഷേ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജനങ്ങൾക്കറിയാം ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണം, കടകംപള്ളിയെ വിജയിപ്പിക്കണമെന്ന് ആളുകൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഒരു തരത്തിലും മറ്റു തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളുടെ ഫലം ഇതിനെ സ്വാധീനിക്കുകയില്ല. പക്ഷേ കാര്യം ഇതൊക്കെ ശരിയാ. കടകംപള്ളിക്ക് അവിടെ പക്ഷെ ഒറ്റ വെല്ലുവിളിയുള്ളൂ. ആ വെല്ലുവിളി എന്തുവെന്ന് ഞാൻ പറയണ്ടല്ലോ. അല്ല, അതിപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയും മന്ത്രിയായിരുന്ന സമയത്തുള്ള പ്രശ്നത്തിന്റെ പേരിലുള്ള ചോദ്യം ചെയ്യലും ഇതെല്ലാം വലിയ പ്രശ്നം തന്നെയാണ്. ആ കാണിച്ചത് മാത്രമല്ല, പ്രതികരണം വേറെ ഉണ്ട്. ഈ എതിർ സ്ഥാനാർത്ഥി അദ്ദേഹം ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ അദ്ദേഹം ഒളിച്ചിട്ടാണ് പോയത്. അദ്ദേഹത്തിനെ ഒളിച്ചു വെക്കാൻ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹം പരസ്യമായിട്ട് പോയേനെ. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ പങ്ക് വ്യക്തമാക്കുന്നതാണ്. ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ, കേരളത്തിലെ ജനതയെ രക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെ ഉള്ള പോരാട്ടത്തിൽ ഈ മണ്ണിനെയും ചേർത്ത് നിർത്താൻ ആ ദൗത്യമാണ് എന്നെ ഏൽപ്പിച്ചത്. ഇതുപോലെ ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് കടകംപള്ളി നമുക്ക് തന്ന ഇന്റർവ്യൂവിൽ അന്ന് CPM ഈ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ചില്ല. പക്ഷെ കടകംപള്ളി ഒറ്റയ്ക്ക് ഖേദം പ്രകടിപ്പിച്ച് കളം പിടിച്ച്. അത് ഓർമ്മയില്ലേ? കണ്ടുപോകും. മിനിസ്റ്റർ പറയുന്നത് അന്ന് 2012 നടന്ന യുവതികൾ കയറിയ സംഭവം ഖേദിക്കുന്നു എന്നാണ്. അല്ല, പൊതുവെ ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ സംഭവത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രയാസമുണ്ട്. അന്നത്തെ സുപ്രീം കോടതിയുടെ വിധി, അന്ന് ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ടാക്കിയുള്ള സാഹചര്യമാണ്. നിങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അടക്കം വോട്ടും കൂട്ടിക്കൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്കൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ അല്ലെന്നേ ഇത്. ഇതിനകത്ത് 32,769 പേരാണ് SIR വന്നപ്പോൾ അങ്ങോട്ട് വെട്ടിത്തൊട്ടിപ്പോയത്. അതായത് കഴിഞ്ഞ തവണ കടകംപള്ളി സുരേന്ദ്രൻ നേടിയ 23,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ട് ഇത്തവണ SIR ശേഷം വെട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ജെൻസി വോട്ടും ഉണ്ട് കേട്ടോ. മറ്റേ കൊച്ചു വന്നിരിക്കുന്നു, ഇന്നലെ ബസ് കയറാൻ വന്നു. കഴക്കൂട്ടത്തേക്കുള്ള ബസ് പോയോ? ഇവിടെ കഴക്കൂട്ട സീറ്റ് ആർക്ക് പോകുന്ന പറഞ്ഞ് ചർച്ച ചെയ്യുമ്പോഴാണ് ബസ്. എന്റെ പൊന്നണ്ണന്മാരെ, ആര് ജയിച്ചാലും കഴക്കൂട്ടത്തെ 8 വീട്ടിൽ പിള്ളമാരുടെ തറവാട് കുളം തോണ്ടിയ പോലെ ആവില്ല. മത്സരം കടുത്തതായിരിക്കും, അത് ഉറപ്പാ.